പരസ്പരം ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയുന്നതാവും നല്ലത്. വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവർ നിരവധിയാണ്. പക്ഷെ വിവാഹമോചനങ്ങൾ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുമെന്നറിഞ്ഞാലോ? എങ്ങനെയെന്നാണോ? ഇപ്പൊ ക്ലിയർ ആക്കി തരാം. വിവാഹബന്ധം വേർപിരിയുമ്പോൾ അത് സാമ്പത്തിക ഇടപാടുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് അവഗണിക്കേണ്ട വിഷയമല്ല. കൃത്യമായി നിയമപരമായ വേർപിരിയൽ നടപടികൾ ഇല്ലാത്ത പക്ഷം കടങ്ങൾ, EMI-കൾ, മറ്റ് സാമ്പത്തിക ബാധ്യതകൾ എന്നിവ നിലനിൽക്കുകയും അവ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിരിച്ചടവ് മുടങ്ങുകയും കടം വരുമാന അനുപാതം വർദ്ധിക്കുകയും ഇരുവരുടെയും ക്രെഡിറ്റ് സ്കോറിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. വിവാഹമോചന ശേഷം പങ്കാളിക്ക് നൽകുന്ന ജീവനാംശം പോലുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകുന്നത് ക്രെഡിറ്റ് സ്കോറിനെ മികച്ചതാക്കാൻ സഹായിക്കും. പങ്കാളികൾ ഒരുമിച്ച് ഉപയോഗിച്ചിരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ബന്ധം പിരിഞ്ഞ ശേഷം പരസ്പര ധാരണയോടെ മാറ്റി ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടാം. പരിധിയിൽ കവിഞ്ഞ ഉപയോഗം, തിരിച്ചടവ് മുടങ്ങൽ എന്നിവ കാർഡ് ഉടമയുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ഹോം ലോൺ ഉൾപ്പെടെയുള്ള ജോയിന്റ് ലോണുകൾ മറ്റൊരു തലവേദനയാണ്. വിവാഹമോചനം എന്നത് ബാങ്കുകൾക്കോ NBFC-കൾക്കോ ഒരു ജോയിന്റ് ലോൺ റദ്ദാക്കാനുള്ള നിയമപരമായ കാരണമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഇടപാടുകളിലും പങ്കാളികൾ അനുയോജ്യമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങളും സ്റ്റാറ്റസും മാറുന്നതിനനുസരിച്ച് ബാങ്കുകളുമായി സംസാരിക്കുക. പുനഃക്രമീകരിക്കാൻ കഴിയാത്ത ഇടപാടുകളിൽ EMI-കൾക്കായി ഓട്ടോ പേ അല്ലെങ്കിൽ അലർട്ടുകൾ തയ്യാറാക്കി തിരിച്ചടവ് ഉറപ്പാക്കുക. പരസ്പരം പിരിഞ്ഞാലും ഇനി ഒരുമിച്ചാണെങ്കിലും കൃത്യമായി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ വാങ്ങി പരിശോധിക്കുക. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പൊ ക്ലിയർ ആയില്ലേ?